നയപ്രഖ്യാപന യോഗത്തിന് ആ സമ്മേളനത്തിന് അല്പസമയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 6 മണിയോട് കൂടി തുടങ്ങുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ DMK പ്രവർത്തകർ വരുമോ എന്നുള്ളതൊക്കെ ഒരു വലിയ രാഷ്ട്രീയ ആകാംക്ഷ തന്നെയായിരുന്നു. അത് നമുക്ക് കാണാവുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ വഴിക്കടവിൽ നിന്നാണ് ഇവർ വന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരാളുണ്ട്. നിങ്ങൾ DMK പ്രവർത്തകനാണോ? പ്രവർത്തകനാണ്. അതെ. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതാണ്. കാരണം അൻവറിനോടുള്ള ഐക്യദാർഢ്യമായിട്ട് വന്നതാണ്. അൻവർ ആദ്യം ഇവിടെ സ്റ്റാലിൻ്റെ ബന്ധം ഇപ്പൊ തുടങ്ങിയെന്നല്ലോ, ആദ്യ ബന്ധമുണ്ട്. അവിടെ ഇലക്ഷനും വേണ്ടി DMK പ്രചാരണത്തിനും വേണ്ടി അയാൾ പ്രസംഗിക്കലും വന്നിട്ടുണ്ട്. അവിടെ ആദ്യം ഉണ്ട്. അപ്പൊ ഇത് DMK തമ്മിലുള്ള ബന്ധം ആദ്യം തന്നെ ഉണ്ട്. ഷാനൊരു ആദ്യം തന്നെ ഉണ്ട് ബന്ധം. അല്ലാതെ പെട്ടെന്ന് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഓർഡർ വന്നതല്ല. അപ്പൊ പിന്നെ ഞങ്ങളെന്താ അറിയോ, ഇനിയിപ്പോൾ ഞങ്ങൾ ഒരുപാട് ആളുകൾ ബൈക്കടവ് ഞങ്ങളെ ആളുകളുണ്ട്. കണ്ടമാന ആളുകൾ 5000-ഓളം കുടുംബങ്ങളിലുണ്ട്. ഇവിടുന്ന് കല്യാണം കഴിച്ചാൽ അങ്ങോട്ടും അവിടെ കല്യാണം ഇങ്ങോട്ട് വന്ന ബന്ധങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നല്ലൊരു ശതമാനം വോട്ടില്ല ആളുകളുണ്ട് നിലമ്പൂർ മണ്ഡലത്തിലില്ലേ. അങ്ങനെ ഉണ്ട്. പാർട്ടി എന്ത് പറയും എന്ന് കരുതി വരാത്തതാണോ? അങ്ങനെ പാർട്ടി എന്ത് പറയും എന്ന് കരുതിയിട്ടാണോ വരാത്തത്? അല്ല അത് അവർക്ക് സാധിക്കാത്തതുകൊണ്ടാണ്. ഇവിടെ ഒരു ഇലക്ഷൻ വരികയാണെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റണവർ വോട്ട് ചെയ്യാൻ അവിടെ ഉള്ള ആൾക്കാർ വരും, അല്ലാത്തവർ പ്രവർത്തിക്കാനും വരും ഇവിടെ. നീലഗിരി ഗൂഡല്ലൂർ മേഖലയിൽ നിന്നൊക്കെ DMK പ്രവർത്തകർ വരുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. വരാൻ സാധ്യതയുണ്ട്. അവിടെ അൻവറിന് നല്ല സ്വാധീനം ഉണ്ടല്ലോ. വിപിൻ സി വിജയനിലേക്ക് എത്താം. സമീർ ബിൻ കരീം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സമീർ ബിൻ കരീം ഇപ്പോഴുള്ളത് അൻവറിന്റെ വീടിന് മുമ്പിൽ നിന്നാണ്. സമീർ, അൻവർ എപ്പോഴേക്ക് ഇറങ്ങും? സമീർ, PV അൻവർ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ഒതായിലുള്ള വീട്ടിൽ നിന്ന് മഞ്ചേരിയിൽ പൊതുസമ്മേളനം നടക്കുന്ന ഇടത്തിലേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള നിരവധി ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. PV അൻവർ അവസാനഘട്ട ഒരുക്കത്തിലാണ്. എന്തൊക്കെ തന്ത്രങ്ങളായിരിക്കും ഇവിടെ പയറ്റേണ്ടതെന്ന അടക്കമുള്ള കാര്യങ്ങൾ PV അൻവർ വിശദമായി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ടതുണ്ട്, എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തണമെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്തിമമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് PV അൻവർ എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ PV അൻവർ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. നിലവിൽ ധാരാളമായിട്ടുള്ള നിലമ്പൂരിലുള്ള PV അൻവറിന്റെ അണികളായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയാണ് EK സുഗു എന്ന് പറയുന്ന CPM-ന്റെ മുൻ മരുത ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമാനമായ രീതിയിലുള്ള അണികളൊക്കെ തന്നെ PV അൻവറിന്റെ ചിത്രങ്ങൾ പതിച്ച പതാകയും ഒപ്പം തന്നെ മറ്റുള്ള സാമഗ്രികളുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 4-5 വാഹനത്തിന്റെ അനുഗമിച്ചുകൊണ്ടായിരിക്കും PV അൻവർ മഞ്ചേരിയിലേക്ക് പോകുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഏതായാലും മഞ്ചേരിയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. PV അൻവർ എന്തായിരിക്കും പറയാൻ പോകുന്നത്, PV അൻവറിന്റെ പാർട്ടിയുടെ നയങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ തന്നെ PV അൻവർ ഈ ഒതായിലുള്ള വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. PV അൻവർ ഇപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അണികളൊക്കെ തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. അണികൾക്കും കാര്യമായ ഒരു വ്യക്തത വിഷയത്തിലില്ല. എന്തായിരിക്കും PV അൻവർ പറയാൻ പോകുന്നത്, ഒപ്പം തന്നെ എന്തായിരിക്കും ഈ സമ്മേളനത്തിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും EK സുഗു 24-മായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് PV അൻവർ തമിഴ്നാട് DMK-യുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ്. അത്തരം ഒരു സാഹചര്യമാണ് തങ്ങൾ നോക്കുന്നത് എന്നുള്ളത് ഏറ്റവും അവസാന നിമിഷം PV അൻവറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ്. ഏതായാലും DMK-യുടെ കേരള ഘടകവും ഇത് തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു രാഷ്ട്രീയ നീക്കം തന്നെയായിരിക്കും PV അൻവർ നടത്തുക എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.